Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഈ കേക്കിനകത്ത് നമ്മൾ റെഡ് കളറോ അങ്ങനെയൊന്നും ചേർക്കുന്നൊന്നുമില്ല. റെഡ് കളർ ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് സ്പഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്കാണ് നമ്മൾ റെഡ് വെൽവെറ്റിന്റെ കപ്പ് കേക്ക്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു അര കപ്പ് വരുന്ന മോര് ആവശ്യമുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ മോരായിട്ടില്ല, അപ്പം അതുകൊണ്ട് ഞാൻ മോര് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് വലിയ കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് അര കപ്പ് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് നമ്മൾ ഇതുപോലെ ഞാനൊരു മഗ്ഗിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അര കപ്പ് പാലിന് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് മാറ്റി വെക്കുക. ഇച്ചിരി നേരം മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ പാലിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഇച്ചിരി പിരിഞ്ഞ പോലെയൊക്കെയുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ മോരിൻ്റെ, ആ ഒരു ഇതിനകത്തോട്ട് വരും. അപ്പം അതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടി നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് 1/2 കപ്പ് ബട്ടർ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ, മുട്ട, പാല് ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം. എങ്കിലാണ് നമ്മുടെ കേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാനിനി ഇതിനകത്തോട്ട് 1/4 കപ്പ് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാര ഒന്ന് ചെറുതായിട്ട് പൊടിക്കാം. തരികളോട് കൂടെ തന്നെ 1/4 കപ്പ് എടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് അതും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അലിഞ്ഞു കിട്ടും ചെയ്യും കേട്ടോ. പക്ഷെ ഞാനിന്ന് അങ്ങനെയല്ല, ഞാൻ തരികളുള്ള പഞ്ചസാര എടുത്തതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് ഒരുപോലെ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരും. അത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട, അതുപോലെ ബട്ടർ, പഞ്ചസാര ഇതെല്ലാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂണാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് കൊക്കോ പൗഡർ ആണ് ചേർക്കുന്നത്. മധുരമില്ല, അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ആരെങ്കിലും കൊക്കോ പൗഡർ ചേർക്കുമെന്ന്. നിങ്ങൾ പക്ഷെ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കുക. അന്നേരം അതിൻ്റെ ഒരു സ്വാദിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ ഇതുപോലത്തെ ഈ ഒരു കൊച്ചു ടിപ്പ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഒരു കൊക്കോ പൗഡറും കൂടെ നമ്മൾ ചേർത്തിട്ടുള്ള മിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്ചർ തന്നെയാണ്. നമ്മുടെ മോര് നമുക്ക് ഒഴിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഞാൻ ബീട്രൂട്ടിൻ്റെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ വരുന്ന ബീട്രൂട്ടിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് മുന്നേ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഫുഡ് കളർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റെഡ് കളർ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ആ റെഡ് കളറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരുണ്ടല്ലോ, 1/2 കപ്പാണിത്, കറക്റ്റ് 1/2 കപ്പാണ്. അതും ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ പാലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് മൈദ എല്ലാം കൂടെ അങ്ങനെ തന്നെ ഇട്ടേക്കരുത്. നമ്മളതിങ്ങനെ ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 1 കപ്പ് മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. നമ്മൾ ഒത്തിരി അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടും സോഫ്റ്റ് ആയിട്ടൊന്നും വരത്തില്ല. നമ്മുടെ കേക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കേക്ക് ശരിയായില്ല എന്നൊക്കെ നമ്മൾ പറയുക. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരേ സൈഡിലോട്ട് തന്നെ നമ്മൾ മടക്കി അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് സോഡ മാത്രമാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഒന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം തന്നെ അതേ അളവിൽ 1/2 ടീസ്പൂൺ, അതേ ടീസ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നാരങ്ങയുടെ നീരോ ആണെങ്കിലും 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പതുക്കെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ആക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരിക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്
രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഇച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒത്തിരി ഓവർ ചെയ്ത് മിക്സ് ആക്കരുത്. ഇനി നമുക്കിതൊരു കേക്കിൻ്റെ ലൈനർ, ഇത് കപ്പ് കേക്ക് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈനറൊക്കെ വെച്ചിട്ട് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ഞാൻ എപ്പോഴും ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എന്നും പരാതിയാണ് എന്തുകൊണ്ട് ഓവനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് എന്തായാലും ഓവനിൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്ന് പറയാം എന്നുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിനകത്ത് നിറച്ച് കൊടുക്കുക. ഒത്തിരി എന്താ പറയുക, മുഴുവനായിട്ട് നിറച്ച് കൊടുക്കരുത് കേക്കിൻ്റെ ആ ഒരു ലൈനറിനകത്തോട്ട്. ഒരു 1/4 ഭാഗം നിറയ്ക്കുക. കാരണം ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് വീർത്ത് വരും നമ്മുടെ കപ്പ് കേക്ക്. അപ്പം ഒത്തിരി അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഇല്ലാതെയൊക്കെ വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗം നിറയ്ക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ബാക്കിയുള്ള ലൈനറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ തട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ തട്ടിക്കൊടുക്കുന്നത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് വരും. 2, ഈ ഒന്ന് ലെവൽ ചെയ്ത് കിട്ടും ചെയ്യും. നമ്മുടെ ഒഴിച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ലെവലായിട്ട് വരും ചെയ്യും. അപ്പം ഒന്നും കൂടി ഒന്ന് തട്ടി ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് അല്ലാതെ കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ എന്താ പറയുക ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ തട്ടുക. അതിനുശേഷം നമ്മളിത് ഓവനിനകത്താണ് വെക്കുന്നത്. അപ്പം ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വേഗം തന്നെ അതിനകത്ത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനകത്തോട്ട് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മുതൽ 25 മിനിറ്റ് വരെയുള്ള സമയമാണ് വരിക. അപ്പം നിങ്ങൾ ആദ്യം 20 മിനിറ്റ് ആദ്യം ഇടുക. 20 മിനിറ്റ് ഇട്ടിട്ട് അതിങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കുക. തുറന്ന് നോക്കരുത്. നമുക്ക് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിനകത്ത് പതുക്കെ 20 മിനിറ്റ് കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കുക. കാരണം എപ്പോഴും ഒരേ കറക്റ്റ് ചൂടായിരിക്കില്ല എല്ലാ ഓവനിനും ഉണ്ടാവുക. അപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ 20 മിനിറ്റ് മിനിമം വേണം. ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു 20-നും 25-നും ഉള്ള സമയം ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ഇതല്ല നിങ്ങൾ ഇനി സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് മുൻപൊക്കെ ഞാൻ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ നല്ലൊരു കുഴിയുള്ള പാത്രം എടുക്കുക. അതിനകത്തോട്ട് ഈ ഒരു പാത്രം ഇറക്കി വെക്കുക കേക്ക് ടിന്ന്. ഇതുപോലെ തന്നെ 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം 25 മിനിറ്റ് തന്നെ അത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഗ്യാസിൻ്റെ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ 25 മിനിറ്റ് എന്തായാലും വേണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റ് 20-22 മിനിറ്റ് ആയിരുന്നു എൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പം അതാ നമ്മുടെ കേക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചൂടാറട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീം എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി, ഒത്തിരി ആവണ്ട. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചീസാണ്, ക്രീം ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിന് ഈ ചീസ് ചേർക്കും. അപ്പം ഇനിയിപ്പോൾ ചീസ് ഇല്ലാന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. ചീസ് ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. ചീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് വരിക. ഇനി നിങ്ങൾക്ക് അതല്ല, ഈ ഒരു വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ഇന്നൊരു കൊച്ചു ടിപ്പും കൂടെ ഞാൻ പറയാം. അപ്പോൾ അതിന് മുൻപ് ക്രീം ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാ നമ്മുടെ ക്രീം കണ്ടോ, ഈ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൂത്രം എന്താണെന്ന് നോക്കാം. ഞാനിന്ന് പൈപ്പിംഗ് ബാഗിൽ ഇത് നിറയ്ക്കുന്നതിന് മുൻപ് ആദ്യം ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫിലിം പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രമൊക്കെ മൂടി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കില്ല, അതേ ഫിലിം പേപ്പർ തന്നെയാണ്. അപ്പോൾ ഈ ഫിലിം പേപ്പറിൻ്റെ ഒരു അറ്റത്ത് ഇതുപോലെ നമ്മുടെ ക്രീം ഒന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫിലിം പേപ്പർ ഞാനിങ്ങനെ ചുറ്റി എടുക്കാനും ചെയ്യുക. അപ്പോൾ അത് കാണാം. ഇത് ഞാൻ ടിക്ടോക്കിൽ കണ്ടിട്ടുള്ള ഒരു സൂത്രമാണ് കേട്ടോ. ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം ഞാൻ ഇതുവരെ ഒന്നും ഇങ്ങനെ ഞാൻ ആ ഒരു ടിക്ടോക്കിൻ്റെ വീഡിയോ കണ്ടതിൽ പിന്നെ ഇങ്ങനെയാണ് ചെയ്യുക. ഭയങ്കര ഈസിയാണ്. നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഒന്നും ചീത്തയാവോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. മറ്റേ അറ്റവും അതുപോലെ തന്നെ പിരിച്ചു കൊടുത്തിട്ട് നമ്മളൊരു കത്രിക വെച്ചിട്ട് ഒരു അറ്റം ഏതറ്റത്താണോ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു സൈഡ് വരുന്നത് ആ ഒരു അറ്റം നമുക്കിത് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പൈപ്പിംഗ് ബാഗ്. ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിലിം പേപ്പറിലുള്ള ആ ഒരു ക്രീം ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഒന്നും ചീത്തയാവാതെ അതിലൊന്നും ആവാതെ തന്നെ നമുക്കിത് ക്രീം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഒരു സൂത്രം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പൈപ്പിംഗ് ബാഗ് ചീത്തയാവത്തുമില്ല. ആ ഒരു ക്രീമിൻ്റെ എണ്ണമയമൊക്കെ കൊണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ഇച്ചിരി പ്രയാസമല്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ആ കളറ് റെഡ് വെൽവെറ്റിൻ്റെ സാധാരണ ഒരു കളറ് ഭയങ്കര ചുമപ്പ് കളറല്ലേ, അത് നമുക്ക് കിട്ടാഞ്ഞത് ആ ബീട്രൂട്ടിന് ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ സാരമില്ല, ഇതല്ലേ ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ ഈ റെഡിമെയ്ഡായിട്ട് കളർ ചേർക്കുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ. പിന്നെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. ഈ കേക്ക് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള നോസിലൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനൊരു സാധാരണ ഒരു നോസിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെ മാത്രം ഒന്ന് അതിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അല്പം ടോപ്പിംഗ് പോലെ ഇച്ചിരി റെഡ് കളറുള്ള ബീഡ്സുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഒരു കളർ കിട്ടാനൊക്കെ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നെ അതുപോലെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കാണുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇത് വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. സാധാരണ രീതിയിൽ ഇതുപോലത്തെ ഒന്നും ഞാൻ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഇതിലൊക്കെ ഈ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ ഇപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കുക, ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെയൊക്കെ ഒന്ന് വെതറി ഒന്ന് ഗാർണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ടോപ്പിംഗ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാണ്. അപ്പം നമ്മുടെ കേക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ ഞാൻ കാണിച്ചില്ലല്ലോ, അതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് കഴിക്കാനും പാടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഇതാ നോക്കിക്കേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓവനിൽ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് മുൻപും പല കേക്ക് റെസിപ്പീസും ചെയ്തിട്ടുണ്ട് ഓവനൊന്നും ഇല്ലാതെ. അതേ കാര്യം തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കിത് തന്നെ ഇഡ്ഡലി തട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കേക്കിൻ്റെ ഒരു ലൈനറൊന്നും ഇല്ല, ടിന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ്. അതേ ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിന് ഒരു മാറ്റമില്ല, നമ്മൾ കളർ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.